ഒക്ടോബർ അവസാനത്തോടെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നേരിട്ടുള്ള യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച് വിദേശകാര്യ മന്ത്രാലയം. വർഷങ്ങളോളം നീണ്ടുനിന്ന തടസ്സങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ക്രമേണ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയതായി നേരത്തെ വിവരമുണ്ടായിരുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥി അനീഷിന്റെ ഫാൻസിനും ആർമികൾക്കും എതിരെ രൂക്ഷ വിമർശനവുമായി അനുമോളുടെ കുടുംബം. ഫാമിലി വീക്കിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയ ശേഷം വിമാനത്താവളത്തിൽ വെച്ചാണ് അനീഷ് ആർമിക്കെതിരെ അനുമോളുടെ സഹോദരി അടക്കമുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനുമോൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പുകളിൽ കയറി സ്പൈ വർക്ക് നടത്തുന്നുവെന്നും ഡീഗ്രേഡിംഗ് ചെയ്യുന്നുവെന്നും സഹോദരി ആരോപിച്ചു. ഗാസയിലെ യുദ്ധബാധിതർക്ക് സഹായം എത്തിക്കാനായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില പിടിച്ചെടുത്ത് ഇസ്രയേൽ നാവികസേന. മെഡിറ്ററേനിയൻ കടലിൽ തീരത്തു നിന്നും 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഫ്ലോട്ടിലകൾ, ചെറുകപ്പലുകൾ ഇസ്രായേൽ നാവികസേന പിടിച്ചെടുത്തത്. സ്വീഡിഷ് കാലാവസ്ഥ ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൻബർഗ് അടക്കമുള്ള മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകരെ തടങ്കലിലാക്കിയ സേന ഇവരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി. വിദേശത്ത് കപ്പലിലിരിക്കുന്ന നൗവരനും നാട്ടിലുള്ള ഭാര്യയ്ക്കും എങ്ങനെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും? നേരത്തെ ആണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയിട്ട് വേണം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ. പക്ഷേ കാലം മാറി, കേരളവും. ഇനി അത്തരം തലവേദനകൾ ഒന്നും ഇല്ല. പ്രശസ്ത നർത്തകിയും അഭിനേത്രിയുമായ താരാ കല്യാണിന്റെ മകളാണ് സൗഭാഗ്യ വെങ്കിടേഷ്. താരപുത്രി എന്ന നിലയിൽ നിന്ന് സൗഭാഗ്യ സ്വന്തം നിലയിൽ ഏറെ വളർന്നു കഴിഞ്ഞു. അമ്മയുടെ പാത പിന്തുടർന്ന് കുട്ടികൾക്ക് നൃത്തത്തിലും പരിശീലനം നൽകുന്നുണ്ട്. ജീവിതത്തിലെ വിശേഷങ്ങൾ എല്ലാം തന്നെ സൗഭാഗ്യ ഫേസ്ബുക്കിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ഇസ്രായേലിലെ സൈന്യവും ഇന്ത്യയിലെ ആർഎസ്എസും ഇരട്ട സഹോദരങ്ങൾ ആണ് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ ബിജെപി. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിലെ ഭാഗങ്ങൾ പങ്കുവച്ചാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ആർഎസ്എസിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കിയതിൽ വിമർശനവുമായി തോമസ് ഐസക്. മോദിയുടെയും ബിജെപിയുടെയും അഹങ്കാരത്തിന്റെ പാരമ്യമാണ് നടപടിയെന്നും ആർഎസ്എസിന്റെ നുണപ്രചാരണത്തെ സ്റ്റാമ്പ് കുത്തി അംഗീകരിക്കാനുള്ള ശ്രമത്തിലാണ് മോദിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ സ്വർണ്ണവിലയിലുണ്ടായിരിക്കുന്നത് 200% വർധന. 2020 ഡൽഹിയിൽ 10 ഗ്രാം 24 കാരത്തിന്റെ സ്വർണത്തിന്റെ വില 3900 രൂപയാണെങ്കിൽ ഇന്ന് അത് 1165.90 എത്തിയിരിക്കുകയാണ്. അതായത് 5 വർഷം മുമ്പ് 3900 രൂപ കൊടുത്ത് 10 പവൻ സ്വർണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ലാഭം മാത്രം 7759 രൂപയാകുമായിരുന്നു. തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡിഎംകെയും നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ് നേതൃത്വം നൽകുന്ന ഡിവികയും തമ്മിൽ രഹസ്യ ബാന്ധവമെന്ന സംശയം ഉയർത്തി വിസികെ അധ്യക്ഷൻ തിരുമാവളം. ഗരൂരിൽ കഴിഞ്ഞ ദിവസം തിക്കിലും പെട്ട് 41 പേർ മരണപ്പെട്ട സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തമിഴ്നാട് പോലീസ് തയ്യാറാകാത്തതിന് പിന്നാലെയാണ് വിമർശനം. ലഡാക്കിൽ 4 പേരുടെ മരണത്തിന് ഇടയാക്കിയ ജൻസി പ്രക്ഷോഭത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആക്ടിവിസ്റ്റ് സോനം വാഞ്ചുകിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത്. സോനം വാഞ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി ആമ്മോ ആണ് ഭർത്താവിന്റെ മോചനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചത്.